ഇന്നത്തെ പരിപാടി കുറച്ച് അരിമുറുക്കായാലോ? ഇന്ന് നമ്മളുള്ളത് മുറുക്ക് കൊണ്ട് ഫേമസ് ആയ ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്. അതാണ് കരിപ്പോട്. നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പം അത് 15 മിനിറ്റ് കുതിരാൻ വെക്കണം. അപ്പം നമുക്ക് വെള്ളം വെച്ച് വെക്കാം. അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മെഷീനിലേക്ക് ഇടാം. നമ്മുടെ മാവ് റെഡി ആയിട്ട് നമുക്കത് വാരിയെടുക്കാം. അപ്പം ഇതിലേക്ക് നമ്മൾ ഇടേണ്ട സാധനങ്ങൾ പറയാം. എള്ള്, ഹോമം, ജീരകം കുറച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പൊടി ഇവിടെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മാവ് നല്ല ഒരു പാകത്തിനുള്ള ചുറ്റാനുള്ള ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. നന്നായി മിക്സായിട്ട് നമുക്കിങ്ങനെ ചുറ്റി നോക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ പിരി നന്നായി ഉടയാണ്ട് വരണം. ഇപ്പോൾ നല്ല കുഴഞ്ഞിട്ട് നല്ല പരുവായി വന്നിട്ട് ആ പിരി ഇങ്ങനെ നമ്മൾ ഉടയാണ്ട് എടുക്കാൻ പോലെ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുഴഞ്ഞിട്ട് നല്ല പരുവത്തിലായിട്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പിരി ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വരണം. അങ്ങനെ കുഴഞ്ഞ് നന്നായി വരണം. അപ്പം നമ്മുടെ മുറുക്കിനുള്ള മാവിടെ റെഡി ആയിരിക്കണം. അപ്പം നമുക്കൊന്ന് ചുറ്റാം. അവിടെ മുറുക്കൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഇടാം. മുറുക്കേ നല്ലോണം ആയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് കോരി എടുക്കട്ടെ. 2 കയ്യിലും ഓരോ വള. ഈ 2 വള കടകവള അതുണ്ടോ ഇതുപോലെ. അപ്പം നമ്മുടെ മുറുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ അമ്മൻ്റെ സ്പെഷ്യൽ മുറുക്കാണ്. അതുകൊണ്ട് കഴിച്ച് നോക്കാം. ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നല്ല മുറുക്കനായിട്ടുണ്ട്. മുറുക്ക് സൂപ്പർ മുറുക്കാണ്. അടിപൊളി. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെയല്ലേ മുറുക്ക് വാങ്ങി കഴിക്കാറുള്ളത്. ഇത് നേരിട്ട് നമ്മൾ ഉണ്ടാക്കിയ മുറുക്കാണ്. മുറുക്കൊന്ന് കഴിച്ച് നോക്കാം. മുറുക്ക് ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലിപ്പോൾ ഒരു മായം മാത്രം ഒന്നും ചേർത്തിട്ടില്ല. വെറും അരിയും ഉഴുന്നും മാത്രമുള്ള മുറുക്കാണ്. നല്ല ടേസ്റ്റുള്ള മുറുക്ക്. പല്ലില്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. നല്ല മുരുമുരാന്നുണ്ട്. നല്ല ടേസ്റ്റ്. ചേച്ചിൻ്റെ പേരെന്താണ്? ബിന്ദു. ബിന്ദു. ഈ ചേച്ചിൻ്റെ അമ്മേൻ്റെ പേരെന്താണ്? കമല. നിങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യണതാണ്. എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 3 വർഷമായി. ചേച്ചി നിങ്ങൾ? ഇത് പിന്നെ ഇവിടുത്തെ ഓണർമാരല്ലേ? അമ്മക്ക് എന്തെങ്കിലും പിന്നെ വിശേഷങ്ങൾ പറയാം. അമ്മന്റെ വിശേഷം പറയും. ഒന്നും പറയാനില്ല. അമ്മ എപ്പോൾ തുടങ്ങിയതാണ് ചെയ്യാൻ? ചെയ്യില്ല, വയ്യ. അസുഖമായിട്ടില്ലേ? വരുമ്പോക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ മക്കളും മരുമക്കളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കല്ലേ? വന്നാല് ചില്ലറ എന്തെങ്കിലും അതിന്റെ ഐറ്റംസ് ഒക്കെ ചേർക്കാനുള്ളതൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കും അല്ലേ? ചേർത്തും. പിന്നെ ചട്ടിയുടെ അവിടെ ഇത്തിരി ഇപ്പോ കുറച്ച് കമ്മിയാണ്. വയസ്സായത് കൊണ്ട് അല്ലേ? അവരിയ്ക്കും. എനിക്ക് ഇതുവരെ ഞാനിരുന്നു. ഇപ്പൊ അവള് വന്നപ്പോ അവള് ഇരിക്കുന്നു. ഓ, അതുകൊണ്ട് എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? എന്ത് പറയണു? ഓ, അങ്ങനെ പോണ്ടല്ലേ? അമ്മ ഇവിടെ വന്നിട്ട് പഠിച്ചത് അതോ നേരത്തെ ഇവിടെ അടുത്താണ്. ഈ അപ്പുറത്തെ തറയിലാണ് എന്റെ വീട്. അവിടെ നിന്ന് അറിയോ? വീട്ടിലേക്ക് പോകാം. അല്ല, അന്ന് മുതൽ അറിയോ? അപ്പം തൊട്ടേ അറിയാം. ഇവിടെ മൊത്തം ആ വർക്ക് തന്നെയാണല്ലോ. ഇവിടെ വശാക്കി അവിടെ അച്ഛനും അമ്മയും അവർക്ക് ആ പണിയൊന്നും ഇല്ല. അടുത്ത വീട്ടിൽ പോയി ഞാൻ ചെയ്യും.
ഒരു ഇഷ്ടം ചെയ്യാൻ. അത് അവിടെ ഞങ്ങളുടെ വീട്ടിലില്ല, ഇവിടെ വന്നിട്ട് അതേ പണി. അച്ഛനും ഉണ്ടായിരുന്നു, ഇപ്പൊ മകനും കോങ്ങാട്. ആ നിങ്ങൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? മുറുക്ക് പണി കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സെറ്റ് ആയിരിക്കണം അല്ലേ? എത്ര കുട്ടികളാണ് ചേച്ചി? മകൻ എന്ത് ചെയ്യണം? അതെയോ, മകളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇടയ്ക്ക് സുഖമായിരിക്കണം. ഈ മുറുക്കിന്റെ നിങ്ങളുടെ വരുമാനമൊക്കെ ബേക്കറിക്ക് തന്നെയാണ്, തേജസ് ബേക്കറി. ഇതുപോലെ നിങ്ങൾ മുറുക്കോ മിച്ചറോ എന്തെങ്കിലും ഉണ്ടാക്കിയാണ് ഞങ്ങൾ അറിയിക്കാം. ഞങ്ങളവിടെ എത്തും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.